റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികൾക്ക് വെടിയേറ്റു. റഷ്യ കൂലിപ്പട്ടാളമായി ഉപയോഗിച്ച ബിനിൽ, ജെയിൻ എന്നിവർക്കാണ് വെടിയേറ്റത്. ബിനിലിന്റെ നില അതീവ ഗുരുതരമാണ്. യുക്രൈൻ സൈന്യത്തിന്റെ ആക്രമണത്തിലാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ ജെയിന്റെ ശബ്ദ സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. ഇന്നലെ നടന്ന ആക്രമണത്തിലാണ് ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ക്യാന്റീൻ ജോലിക്കെന്ന് പറഞ്ഞ് ഇവരെ റഷ്യയിലേക്ക് കൊണ്ടുപോയതായും ഇവർ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയതായുമുള്ള വാർത്തകളൊക്കെ നേരത്തെ വന്നത് ഓർമ്മയുണ്ട്. പത്രത്തിലടക്കം ഈ വാർത്തകൾ വിശദമായി വന്നിരുന്നു. ഇപ്പോൾ ആ യുവാക്കൾക്കാണ്, അങ്ങനെ ചെന്ന് കുടുങ്ങിയ യുവാക്കൾക്കാണ് ഇങ്ങനെ ദാരുണമായൊരു അപകടം പറ്റിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് ഈ ജെയിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബിനിലും ജെയിനും അടക്കമുള്ള മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെ ക്യാന്റീൻ ജോലിക്കെന്ന പേരിൽ റഷ്യയിൽ എത്തിക്കുകയും പിന്നീട് കൂലിപ്പട്ടാളമായി യുദ്ധമുഖത്ത് ഉപയോഗിക്കുകയുമായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പിന്നീട് നോർക്ക റൂട്ട്സിന്റെ സഹായത്തോടെ വിദേശകാര്യ മന്ത്രാലയമൊക്കെ ഇടപെട്ട് അവരെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ദൗർഭാഗ്യകരമായൊരു വാർത്ത പുറത്തു വരുന്നത്. ഇന്നലെ വൈകുന്നേരം യുക്രൈൻ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ റഷ്യൻ അതിർത്തിയിൽ വെച്ച് ഇരുവർക്കും വെടിയേറ്റു, സാരമായി പരിക്കേറ്റിരിക്കുന്നു. ഇതിൽ ബിനിൽ ടിപിയുടെ നില ഗുരുതരമാണ്. തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശിയാണ് ബിനിലിന്റെ നില അതീവ ഗുരുതരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജെയിൻ അയച്ച ശബ്ദ സന്ദേശമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. തുടർന്ന് എംബസി അധികൃതർ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീടാണ് സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമൊക്കെ വിശദമായി കാര്യങ്ങൾ ബന്ധുക്കളിൽ ഉൾപ്പെടെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന ജെയിൻ ഈ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. ജെയിന്റെ സഹോദരിയുടെ ഭർത്താവാണ് ബിനിൽ ടിപി. ബിനിലിനാണ് ഈ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റതെന്നാണ് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചില വിവരങ്ങൾ കൂടി സ്ഥിരീകരിക്കത്തക്ക ചില വിവരങ്ങൾ കൂടി എംബസിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വരാൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ ശബ്ദ സന്ദേശം ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നത്. പക്ഷേ ദുഃഖകരമായൊരു വാർത്തയാണ് റഷ്യയിൽ നിന്ന് എത്തുന്നത്. അവർ നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടി, ബന്ധുക്കളുടെ അടുക്കലേക്ക് തിരികെ എത്തുന്നതിന് വേണ്ടി, കുടുംബാംഗങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നോർക്കയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയൊക്കെ സഹായത്തോടെ ഊർജിതമായി പുരോഗമിക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഉക്രൈൻ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുവർക്കും വെടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ജെയിൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. പക്ഷേ ബിനിൽ ടിപിയുടെ കാര്യത്തിൽ അത്ര ആശാവഹമായ വാർത്തകളും സൂചനകളുമല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കോൺസുലേറ്റിന്റെ ഒന്നും ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ബന്ധുക്കൾക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം അനുസരിച്ച് രാവിലെ 10 മണിക്കാണ് ജെയിൻ വാട്സപ്പ് കോളിലൂടെ വോയിസ് മെസ്സേജായി ബന്ധുക്കൾക്ക് ഇങ്ങനെയൊരു അപകടം പറ്റി, ഇന്നലെ വൈകിട്ടാണ് ആക്രമണമുണ്ടായത്, താൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണെന്ന് ഒരു ഹ്രസ്വ സന്ദേശം വാട്സാപ്പിൽ ലഭിക്കുന്നത്. പിന്നീട് ഈ വിവരങ്ങൾ അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസും അതോടൊപ്പം തന്നെ നോർക്ക ഉദ്യോഗസ്ഥരും എംബസി ഉദ്യോഗസ്ഥരുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ മലയാളികളായ തൃശൂർ സ്വദേശികളായ വടക്കാഞ്ചേരി സ്വദേശി ജെയിന്, കുട്ടനെല്ലൂർ സ്വദേശിയായ ബിനിൽ ടിപി, ഇവർക്കാണ് സാരമായി പരിക്കേറ്റത്. ഇതിൽ ബിനിൽ ടിപിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിലാണ് ഇവർ ഈ റഷ്യയിലെത്തുന്നതും പിന്നീട് ഇവരെ കൂലിപ്പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതുമൊക്കെ. ഈ എംബസി ഇടപെട്ട്, നോർക്ക ഇടപെട്ടതിന് ശേഷവും ഇവർ സൈന്യത്തിൽ തന്നെ തുടരുകയായിരുന്നു. ഇവരുടെ കാര്യത്തിൽ ഇവർ നിരന്തരം ബന്ധുക്കളുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടായിരുന്നു. നമുക്ക് അത്തരം എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ബന്ധുക്കളുമായി അവർ ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു, വാട്സാപ്പ് കോളിലൂടെ. അതായത് യുദ്ധമുഖത്തുള്ളപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ സ്വകാര്യ സമയങ്ങളിൽ, ഇടവേളകളിൽ ബന്ധുക്കളെ ഈ വിവരങ്ങൾ അവർ അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ യുദ്ധമുഖത്താണ് ഇവർ ഉള്ളത്. അവർ ക്യാന്റീൻ ജോലിയിലല്ല ഏർപ്പെട്ടിരിക്കുന്നത്. അവരെ കരാറടിസ്ഥാനത്തിൽ കൂലിപ്പട്ടാളത്തിലേക്കാണ് ചേർത്തിരിക്കുന്നത്. കൂലിപ്പട്ടാളത്തിൽ അവർ ജോലി ചെയ്യുകയാണ് റഷ്യൻ സൈന്യത്തിന് വേണ്ടി. യുദ്ധമുഖത്തേക്ക് പോകേണ്ട അപകടകരമായ സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന വിവരങ്ങൾ കുടുംബാംഗങ്ങളെ നേരത്തെ അറിയിച്ചു. അങ്ങനെയാണ് അവരെ അടിയന്തരമായി അവിടെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഊർജിതമാക്കണമെന്ന ആവശ്യമായി അവർ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. തുടർന്ന് അതിൽ
എംബസി അധികൃതർ ഇടപെടുകയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉക്രൈന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ വൈകുന്നേരം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആക്രമണം ഉണ്ടായ ഉടൻ തന്നെ ഈ മലയാളികളായിരുന്ന ബന്ധുക്കൾ കൂടിയായ ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബിനിലിന്റെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കാജനകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്ന് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയ ജെയിൻ തന്നെയാണ് കുടുംബാംഗങ്ങളെ അറിയിച്ചത്. അങ്ങനെ ഇന്ന് രാവിലെ 10 മണിക്കാണ് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നതെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം കുടുംബാംഗങ്ങൾക്ക് അയച്ചിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എംബസിയുടെ ഭാഗത്തു നിന്ന് റഷ്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി ബന്ധുക്കളും കാത്തിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യകരമായ ആശങ്കാജനകമായ വിവരങ്ങളാണ് റഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഡാൻ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നോർക്കയിൽ നിന്നോ എംബസിയിൽ നിന്നോ ഈ വിവരം അറിഞ്ഞതിന് ശേഷമുള്ള എന്തെങ്കിലും പ്രതികരണം ഔദ്യോഗികമായി അവരിൽ നിന്ന് ലഭ്യമാവുന്നുണ്ടോ? ഔദ്യോഗികമായ ഒരു വിവരങ്ങളും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ബന്ധുക്കളെ മാത്രമാണ് അവർ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. അവരോട് പറഞ്ഞിരിക്കുന്നത് കാത്തിരിക്കുക, അവർ വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങൾ അവർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അതിൽ ഗുരുതരമായി ജെയിനും ബിനിൽ ടിപിക്കും പരിക്കേറ്റിരിക്കുന്നു എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നു. ഈ ശബ്ദ സന്ദേശം അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിശദമായ പരിശോധന നടക്കുന്നത്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏത് ആശുപത്രിയിലാണ് റഷ്യയിൽ ഇപ്പോൾ ജെയിൻ ഉള്ളത്, അവിടെ എത്തി ജെയിനെ നേരിൽ കണ്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം എംബസി അധികൃതർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഡാൻ, ഈ 2 പേർ മാത്രമാവില്ലല്ലോ. അങ്ങനെയെങ്കിൽ കൂടുതൽ പേർ ഈ തരത്തിൽ റിക്രൂട്ട്മെന്റിലൂടെ അവിടെ എത്തിക്കാണണം. അവർ ഈ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായിട്ടും ഉണ്ടായിരിക്കണം. ആ തരത്തിലുള്ള ഒരു അന്വേഷണം കൂടെ നടക്കുന്നുണ്ടോ? കാരണം യുദ്ധമുഖത്താണ് ഇവർ 2 പേരും ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ ആ സംഘം എന്തായാലും സ്വാഭാവികമായും അവിടെ യുദ്ധമുഖത്ത് അപകടമുഖത്ത് ഉണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം 5 തെങ്ങ് സ്വദേശികളായ 5 പേർ സമാനമായ തരത്തിൽ റഷ്യയിലെ ലിസ്റ്റുചെൻസ് എന്ന സ്ഥലത്ത് സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ എത്തുകയും അവിടെ നിന്ന് ഈ റിക്രൂട്ട്മെന്റ് കമ്പനി അവരെ വഞ്ചിച്ച കൂലിപ്പട്ടാളത്തിലേക്ക് അവരെ നിയോഗിക്കുകയും അവിടെ അങ്ങനെ യുദ്ധമുഖത്ത് ജോലി ചെയ്യുന്നതിനിടയിൽ സമാനമായ തരത്തിൽ ആക്രമണം നേരിടുകയും പരിക്കേൽക്കുകയും പിന്നീട് ഈ കുടുംബാംഗങ്ങൾ ഈ വിവരം അറിയുകയും അവിടെ വിദേശകാര്യ മന്ത്രാലയം ഇടപെടുകയും അടിയന്തരമായി അവരെ തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായത്. അപ്പോൾ തന്നെ നോർക്ക റൂട്ട്സ് അടക്കം വലിയ തരത്തിൽ, അതായത് ഇത്തരത്തിലുള്ള വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കുറിച്ച് ഉദ്യോഗാർത്ഥികൾ ബോധവാന്മാരായിരിക്കണം. അംഗീകാരമില്ലാത്ത ഏജൻസികൾ മുഖേന വിദേശ രാജ്യങ്ങളിലേക്ക് ആകർഷകമായ ജോലിയിൽ ശമ്പളം എന്ന പേരിലുള്ള വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചാരും പോകരുത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ കൈമാറിയത്. പക്ഷേ ഈ വളരെ ആകർഷകമായ ശമ്പളം, അതായത് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ളവർക്ക് 1 ലക്ഷം രൂപയ്ക്കും 1.5 ലക്ഷം രൂപയ്ക്കുമൊക്കെ അടുത്ത് വിദേശ രാജ്യത്ത് ശമ്പളം കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിൽ ആകൃഷ്ടരായാണ് അവർ ഇവിടെ നിന്ന് അങ്ങനെ ക്യാൻറ്റീൻ ജോലിക്കെന്ന പേരിൽ ബന്ധുക്കൾ കൂടിയായ ജെയിനും ജെയിന്റെ സഹോദരി ഭർത്താവായ ബിനിൽ ടിപിയും കഴിഞ്ഞ ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിൽ റഷ്യയിൽ എത്തിയതെന്ന വിവരമാണ് ലഭിക്കുന്നത്. അവിടെ എത്തി ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് അവർ ഇവരെ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. പിന്നീടാണ് ചില പേപ്പറുകളിൽ ഒപ്പിടിപ്പിക്കുന്നത്. അങ്ങനെ ഒപ്പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കൂലിപ്പട്ടാളത്തിലേക്കാണ് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കാര്യം അവർ തന്നെ തിരിച്ചറിയുന്നത്. അതിനിടയിൽ ആണ് കുടുംബാംഗങ്ങളെ ഈ കാര്യം അറിയിക്കുകയും കുടുംബാംഗങ്ങൾ ഇനി അറിയേണ്ടത് എംബസിയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ വിവരങ്ങളാണ് അറിയേണ്ടത്. ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ അത്ര ആശാവഹമല്ല. പിന്നിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു, ആരോഗ്യനില അത്ര കണ്ട് ആശാവഹമല്ല എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിക്കേണ്ടത് റഷ്യയിലെ ഇന്ത്യൻ എംബസിയാണ്. അത്തരം സ്ഥിരീകരണങ്ങൾക്ക് കാത്തിരിക്കാം. ജെയിന്റെ ശബ്ദ സന്ദേശം ന്യൂസ് 18 പക്കലുണ്ട്. പക്ഷേ അതും എംബസിയുടെ സ്ഥിരീകരണത്തിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തുവിടാൻ കഴിയുകയുള്ളൂ. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ്. ക്യാൻറ്റീനിൽ ജോലിക്കെന്ന് പറഞ്ഞ് റിക്രൂട്ട് ചെയ്ത 2 യുവാക്കളെ കൂലിപ്പട്ടാളത്തിലേക്ക് എത്തിക്കുകയും അവർ വെടിയേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം.